അള്ളാഹു എവിടെയും പ്രാധാന്യം കൊടുത്തത് എന്തിനാണ്? റസൂലിനാണ്, എന്തിനല്ല? കിതാബിനല്ല. വഹാബികൾ പ്രാധാന്യം കൊടുത്തത് കിതാബിനാണ്. അവർ അള്ളാഹുവിന്റെ ശത്രുക്കളാണ്. അള്ളാഹു അവരെ കച്ചവടോപകരണം മാത്രമാണ്. വഹാബികളെ കച്ചവടത്തിന്റെ ടൂൾ മാത്രമാണ് ആര്? അള്ളാഹു. വഹാബികൾ കച്ചവടക്കാരാണ്. ആരെ കച്ചവടം? അള്ളാഹ് കച്ചവടം. എന്നിട്ട് ജനങ്ങൾ മുന്നിലാളാകുക. അള്ളാഹു പ്രാധാന്യം കൊടുത്ത കിതാബിനല്ല. അബ്ദും കിതാബും നോക്കിയാൽ അള്ളാഹു പ്രാധാന്യം കൊടുത്തത് അബ്ദിനാണ്, കിതാബിനല്ല. പഠിച്ചോളൂ, എന്ന് പഠിച്ച തീരുമല്ലോ, പഠിക്കേണ്ടത്. മുഹമ്മദിന് ഏറ്റവും വലിയത് എന്താ? അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ എന്നുള്ള ആൾക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ആളെ ഹംദിയാവേണ്ടത്. അപ്പം നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ദജ്ജാലിന് രക്ഷപ്പെടുന്ന ആളാരാ? മൗലിദ് ഓതുന്ന സുന്നി. അതാണ് പൊട്ടതിൻ്റെ അർത്ഥം. രാവും പകരം മുഹമ്മദിനെ പ്രശംസിക്കുന്നവർ ആരും രക്ഷപ്പെടും. അതന്നെ. ഞാൻ അപ്പുറൊന്നും പറയില്ല, പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതന്നെ അൽഹംദു. മനസ്സിലായില്ലേ? അൽഹംദുവിൻ്റെ ആളാ അഹമ്മദ. നമ്മൾ എന്തിൻ്റെ ആളാ? മുഹമ്മദിൻ്റെ ആളാ. നമ്മൾ അള്ളാഹ് പറഞ്ഞു ഇയാളെ നിങ്ങൾ പ്രശംസിക്കണം, അയാൾ ഇന്നെ ഏറ്റവും പ്രശംസിച്ച ആളാണ്. അപ്പോൾ മുഹമ്മദ് എന്ന ആളെ പ്രശംസിക്കുന്നതോടുകൂടെ നമ്മൾ ആരാളായി? അള്ളാന്റെ ആളായി. ഇന്നല്ലാഹ. ഈ അൽഹംദുലില്ലാഹിന്റെ ഉള്ളിൽ ആയത്ത് കിടക്കുന്നുണ്ട്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി. നിങ്ങൾ ഈ ആളെ പ്രശംസിച്ചോളി. കാരണം ഈ ആൾ എന്നെ ഏറ്റവും പ്രശംസിച്ച ആളാണ്. അഹമ്മദാകാൻ നിങ്ങൾക്ക് കഴിയില്ല, മുഹമ്മദാകാൻ ആർക്കും കഴിയും. മനസ്സിലായില്ല? മുഹമ്മദിനെ മുഹമ്മദാക്കാൻ കഴിയും, അഹമ്മദിൽ കയറിക്കാൻ കഴിയില്ല. മുഹമ്മദ് എന്ന ആൾ ആരാണ്? മുഹമ്മദിന് വഴിപ്പെടൽ എന്താ? അല്ലദീ ഹമിദല്ലദീ അർസലല്ലാഹു റഹ്മത്തൻ ലിൽ ആലമീൻ. മനസ്സിലായില്ല? അല്ലാഹു റഹ്മത്തുൽ ലിൽ ആലമീനായി അയച്ച ആ വ്യക്തിയെ പ്രശംസിക്കുന്ന ആള് മുഹമ്മദിയത്തിൽ വഴിപ്പെട്ടു. അൽഹംദുലില്ലാഹ് വഴിപ്പെടാൻ കൂട്ടി കഴിയൂല. അൽഹംദുലില്ലാഹ് വഴിപ്പെട്ട് ജയിക്കാൻ കഴിയില്ല. മുഹമ്മദിയത്തിൽ ജയിക്കാൻ കഴിയും ചെയ്യും. മുഹമ്മദിയത്ത് മുഹമ്മദിന്റെ പണിയല്ല, മൂമിന്റെ പണിയാണ്. മുഹമ്മദ് എന്നാളെ പണി എന്താ? അഹമ്മദിയത്താണ്. അള്ളാഹനെ സ്തുതിക്കുക എന്നുള്ളത് എനിക്ക് കഴിയുമെങ്കിലും എനിക്കത് ജയിക്കാൻ കഴിയില്ല. ചെയ്യണ്ടേ? ചെയ്യണം. പക്ഷെ അതിൽ എനിക്ക് ഭിന്നാകാൻ കഴിയില്ല. അതേസമയത്ത് മുഹമ്മദിയത്തിൽ ജയിക്കാൻ ആർക്കും കഴിയും. മുഹമ്മദിയത്ത് എന്നുള്ളത് മുഹമ്മദ് അല്ലാത്ത ആളുടെ കൽപ്പനയാണ്. ആ ആളുകളൊക്കെ യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി. മനസ്സിലാവുണ്ട് നിങ്ങൾ പറഞ്ഞത്? അൽഹംദുലില്ലാഹിൽ എനിക്ക് ജയിക്കാൻ കഴിയില്ല. അതേ സമയത്ത് അബ്ദിന്റെ കാര്യത്തിൽ നീ ഇത്തിബാ, മനസ്സിലായില്ലേ? ഇത്തിബാ ദിക്ർ എന്താണ്? ഈ ആളെ പ്രശംസിക്കലാണ്. അതിന് മടി കാട്ടി നിൽക്കുന്ന ആളുകൾ ദജ്ജാലിന്റെ ആളുകളുമാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഈ ആളുകൾ അന്നും ദജ്ജാലിന്റെ ആളുകളാണ്, ഇന്നും ദജ്ജാലിന്റെ ആളുകളാണ്. ആര്? വഹാബിയത്ത്. വഹാബികൾ ദജ്ജാലിന്റെ ആളുകളാണ് എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. ഇന്ന് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും ഇതിൻ്റെ അടിസ്ഥാന കാരണക്കാരാണ് അബ്ദുൽ അസീസ് രാജാവ്. അയാളടക്കമുള്ള അയാൾ ഒന്നാം പ്രതി, അതുപോലത്തെ പ്രതികൾ വേറെയുണ്ട്. അവരൊക്കെ കൂട്ട് സമ്മതിച്ച് ബ്രിട്ടനും അമേരിക്കക്കും ഒപ്പിട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയ സാധനമാണ് എന്ത്? ഇസ്രായേൽ രാഷ്ട്രം. അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സിലായില്ലേ? ഇവർ കാബാലയത്തിങ്ങനെ കരിഞ്ഞിട്ട് നമ്മളെ പറ്റിക്കാന്നല്ലാതെ കരിയല്ലല്ലോ ഉണ്ട്. എന്തേ അള്ളാഹുവിന്റെ റസൂലിന് ബദർ യുദ്ധത്തിന് പോകാതെ കരിഞ്ഞൂടെയോ? റബ്ബേ റബ്ബേ പഠിച്ചോനെ, എന്തേ കരിഞ്ഞൂടെയോ? ഖുർആനിലുള്ളത് ഒരു കരിഞ്ഞല്ലല്ലോ. ഖുർആനിലുള്ളത് ആരുടെ ആൺകുട്ടികളുണ്ടെങ്കിൽ വരുന്ന പോയതല്ലേ? അതിന് പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? അവർക്ക് അങ്ങനെ പോകാൻ പറ്റൂല. കാരണം ഇവര് ആരോട് ടൈപ്പായിട്ട് ഉണ്ടായതാണ് ഇസ്രായേൽ രാഷ്ട്രം. അപ്പൊ അവർ ദജ്ജാലിന്റെ അനുയായികളാണ് വഹാബികൾ എന്നീ ആയത്തിന്റെ ഉള്ളിലുണ്ട്. ഇത് മനസ്സിലാക്കിയാലേ ഈ ആയത്ത് മനസ്സിലാക്കുള്ളൂ. അതാണ് അവിടുത്തെ ഇത്തിബാ ദിക്ർ. ഈ വഹാബികളോട് ഇന്ന് കൂട്ടിച്ചേർന്ന് നടക്കുന്നവരാണ് ഇന്നത്തെ സുന്നികൾ.
ഒരു ന്യായങ്ങൾ പറയാണ്, ഓരോ ന്യായങ്ങൾ പറയും. ന്യായപ്പം പറയുമ്പോൾ എന്താ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീന് ഇങ്ങനെ പൊങ്ങണ സമയത്താണ് ഖവാരിജ് ഉണ്ടാകുന്നത്. അന്നല്ലേ പ്രതിസന്ധി? അന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി നടക്കുന്ന സമയത്താണ് ആര് വരുന്നത്? ഖവാരിജ്. അതേ സമയത്ത് അലി ബിൻ അബി ത്വാലിബ് എന്താ ചെയ്തത്? റളിയല്ലാഹു അൻഹു, ഇഖ്തദൂ അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എന്റെ ഖലീഫമാരെ നിങ്ങൾ പിൻപറ്റണം. അതിൽ ഖലീഫയാണ് ആര്? സയ്യിദുനാ അലിയുൽ മുർത്തള. അലി ബിൻ അബി ത്വാലിബ് ഭരണമേറ്റെടുക്കുമ്പോൾ എന്താ ഉണ്ടായത്? മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വലിയ സംഘം മുന്നോട്ട് വന്നു. അലിക്കെതിരെ അവരോട് യുദ്ധം ചെയ്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം രംഗത്ത് വന്നു. ആർക്കെതിരെ? സിദ്ദീഖിനെതിരെ. എന്ത് പറഞ്ഞുകൊണ്ട്? ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല. അത് വലിയ പ്രതിസന്ധിയായി. ആ പ്രതിസന്ധിയുടെ സമയത്താണ് മുസൈലമത്തുൽ കദ്ദാബ് അപ്പുറത്ത്. എന്താണ് അയാൾ വാദിച്ചത്? ഞാനാണ് നബി, ഒറിജിനൽ നബി ഞാനാണ്, മറ്റത് ഡ്യൂപ്ലിക്കേറ്റ് നബിയാണ്, അതേ മരിച്ചിട്ടുള്ളൂ. ഒറിജിനൽ നബിയായ ഞാൻ മരിച്ചിട്ടില്ല, കണ്ടില്ലേ, ഡ്യൂപ്ലിക്കേറ്റ് മരിച്ചു, ഞാൻ ഒറിജിനൽ ബാക്കിയാണ്. ആര് പറഞ്ഞു? മുസൈലമത്തുൽ കദ്ദാബ്. അതിലും വലിയ പ്രതിസന്ധി എന്താ? 21,000 കാലാൽ പട്ടാളാണ് അയാൾക്ക്. മുസ്ലിം ഉമ്മത്ത് കണ്ട ഏറ്റവും ഭീകരമായ യുദ്ധമായിരുന്നു ആർക്കെതിരെ? മുസൈലിമക്കെതിരെ. ഖുതില 700 മിൻ ഹുഫാദിൽ ഖുർആനി മിൻ അസ്ഹാബി റസൂലില്ലാഹ്. ഹാഫിളുകൾ മാത്രം 700 ആൾ മരിച്ചു, ഷഹീദായി. എത്ര ആൾ ഷഹീദാന്ന് കണക്കില്ല. അത്രയും വലിയ പട്ടാളക്കൂട്ടം. ആ പ്രതിസന്ധി നടക്കുന്ന സമയത്ത് എന്തുണ്ടായി? മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ എന്തു പറഞ്ഞു? ഞങ്ങൾ സക്കാത്ത് തരില്ല. സൈന്യത്തെ രണ്ടാക്കി. മനസ്സിലല്ലോ? ഒരു വിഭാഗം സക്കാത്ത് അല്ലെങ്കിൽ അവർക്കൊരു യുദ്ധം ചെയ്യും. ഇത് പ്രതിസന്ധി അല്ലേ? ഇവർക്ക് എന്താലോചിച്ചൂടായിരുന്നു? എല്ലാം കൂടി മുസൈലിമനെ ശരിയാക്കാം. മറ്റൊക്കെ നമ്മളെ കൂട്ടത്തിൽ പെട്ടവരല്ലേ, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അങ്ങനെയാണോ? ലൗ മനഊനി അനാഖ ബഈരിൻ കാനൂ യുഅതൂനഹ അന്നഹു ഫീ അയ്യാമി റസൂലില്ലാഹ് ലഅഖാതിലന്നഹും അലൈഹി. അവർ ഒരു ഒട്ടകത്തിന്റെ കഴുത്തിലിടുന്ന കയറിന് വേണ്ടിയാണ് ഞങ്ങളത് തരില്ല എന്ന് വാദിച്ചാലും ആ കയറിന് വേണ്ടിയും ഞാൻ യുദ്ധം ചെയ്യുമെന്ന് ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ സമാധാനപ്രിയനായ സയ്യിദുനാ സിദ്ദീഖ്. അതാണ് എന്ത് ദജ്ജാലിയത്ത് മാറി. ഇന്നിപ്പോ നമ്മൾ ന്യായം പറയാണ്. എന്ത് പ്രശ്നത്തിന്റെ കാര്യമില്ലേ? ഈ പ്രശ്നമാണോ ആ പ്രശ്നമാണോ വലുത്? അല്ല, ഏതാ വലിയ പ്രശ്നം? പറയാം. അതല്ല വലിയ പ്രശ്നം. നമ്മളെ മുങ്ങി തീർന്നിട്ടില്ല. ഇവിടെ ആര് ഭരിച്ചാലും നമ്മളിപ്പോഴും നമ്മൾ തന്നെയാണ്. ഇന്നത്തെ രാവിലത്തെ സുബഹി നിസ്കരിച്ചിരിക്കണല്ലോ. അല്ല, മുണുങ്ങും എന്നൊക്കെ പറഞ്ഞു. മുണുങ്ങിയിട്ടില്ലല്ലോ. മുണുങ്ങിയോ? മറ്റു മുണുങ്ങാന്. ഞാൻ നബിയാണെന്ന് വാദിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവ് ഇപ്പോൾ ഇവിടെ ഇന്ത്യയിലുണ്ടോ? പറയടൂ. ഇല്ല. ഏതായാലും ഹിന്ദു ഇല്ല. വേറെ കാക്കണ്ടായിരുന്നു, അയാൾ മരിച്ചുപോയി. മനസ്സിലായില്ല? അവ നമ്മളെ കൂട്ടത്തിനെ വന്നിട്ടുള്ളൂ, പുറത്തു പറയണ്ട. എന്ത്? ഞാൻ നബിയാണെന്ന് വാദിച്ച ഒരു ഹിന്ദു ഉണ്ടായിട്ടില്ല, ഒരു ക്രിസ്ത്യാനി ഉണ്ടായിട്ടില്ല. ആരേ വന്നിട്ടുള്ളൂ? ഒരു മുസ്ലിം പറഞ്ഞു ഞാൻ നബിയാണ്. മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ അവര് പ്രതിസന്ധിയാണ്, ഭയങ്കര പ്രതിസന്ധിയാണ്. കാരണം ഒറിജിനൽ നബിയാന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്ക. അതേ സമയത്ത് ആ സക്കാത്ത് വിരോധിക്കുന്ന ഒരു സയ്യിദുനാ സിദ്ദീഖ് എന്ത് ചെയ്തു? സിദ്ദീഖിനോടല്ല, യഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി അബീ ബക്കറിൻ വ ഉമറ, നിങ്ങൾ എനിക്ക് ശേഷം അബൂബക്കർ പിൻപറ്റുന്ന തന്നെ അതിനർത്ഥം. പറഞ്ഞത് മനസ്സിലായി? ഇന്നിപ്പോ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞ വർത്തമാനമാണ്. എന്ത്? ഇതൊരു പ്രതിസന്ധിയുടെ കാലഘട്ടമായതുകൊണ്ട് നമ്മൾ ഓരോ പറ്റി ഒന്നും പറയണ്ട. ഓരോ നമ്മൾ ചിരിച്ചും കളിച്ചും അങ്ങനെ നടക്കാം. അപ്പോൾ നമ്മൾ എന്തിൻ്റെ പുറത്താണ്? ഈ ആയത്തിൻ്റെ ഇത്തിബാഉ ദിക്റിൻ്റെ പുറത്താണ്. എന്തുകൊണ്ട്? ഇപ്പോൾ നിലവിൽ മുസ്ലിം സമുദായത്തിലെ വലിയൊരു ശതമാനവും ആരാളുകളാണ്? ദജ്ജാലിൻ്റെ ആളുകൾ. ബസ് ഞാൻ ചായ നെയ്യപ്പം വേണമെങ്കിൽ കൊടുക്കാം. കഴിഞ്ഞ ക്ലാസ് ഏത് നോക്കി നിങ്ങൾ. അപ്പം ഇതിവിടെ കിതാബല്ല, ഇനി എല്ലായിടത്തും ഞാൻ കാണിച്ചു തരാം.
ഇത് തരുന്നല്ല, ഞാൻ ലോഡ് കണക്ക് കാണിച്ചു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബിനെയും നബിയെയും പറഞ്ഞെടുത്ത് മുഴുവനും മുന്തിച്ചത് എന്തിനെയാണ്? നബിയാണ്. എന്തിനെയല്ല? കിതാബിനെയല്ല. സൂറത്തുൽ ജുമുഅ എടുത്തോക്കെ. സൂറത്തുൽ ജുമുഅ 2-ാമത്തെ ആയത്ത് എടുക്ക. സൂറത്തുൽ ജുമുഅ 2-ാമത്തെ മുസാഫ് എടുക്കുക. എൻ്റെ മൊബൈലിൽ എടുത്താൽ മതി. സൂറത്തുൽ ജുമുഅ 2-ാമത്തെ ആയത്ത്. ആർക്കേലും മുസാഫ് ഇല്ലെങ്കിൽ ഒരു കൊടുത്തോ, എനിക്ക് എൻ്റെ കയ്യിലുണ്ട്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. سورة الجمعة 2-ാമത്തെ ആയത്ത് അല്ലേ? ഹുവ അല്ലാഹു അല്ലദി ഒരുത്തന ബഅസ അവൻ അയച്ചു ഫിൽ ഉമ്മീന ഈ നിരക്ഷരരുടെ കൂട്ടത്തിൽ അയച്ചു റസൂലൻ ഒരു മഹാനായ റസൂലിനെ മിൻഹും അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ അയച്ചു. യത്ലൂ എന്നിട്ട് ആ റസൂൽ ഓതി കൊടുക്കുന്നു അലൈഹിം അവരുടെ മേൽ ആയാത്തിഹി അള്ളാഹുവിൻ്റെ ആയത്തുകളെ വയുസക്കീഹിം പിന്നെ എല്ലാ വർക്കുകളും ഈ വ്യക്തി ചെയ്യുന്നു. ഈ വ്യക്തിയുടെ ഒന്നാമത്തെ വർക്ക് എന്താണ്? ഈ ആയത്തവർക്ക് ഓതി കൊടുക്കുക. വയുസക്കീഹിം ആ പിന്നുള്ള വർക്കും ഇയാളുടെ തന്നെ അവരെ ശുദ്ധീകരിക്കുക. അതും ഖുർആന്റെ പണിയല്ല, മനസ്സിലായില്ല? ഈ ആളുടെ പണിയാണ് അവരെ ശുദ്ധീകരിക്കൽ. വയുഅല്ലിമുഹും അവരെ പഠിപ്പിക്കുക. അൽ കിതാബ കിതാബിനെ അവർക്ക് പഠിപ്പിക്കുക. അതും ആ ആളെ വർക്കാണ്. വൽ ഹിക്മത തത്വജ്ഞാനത്തെ ഇങ്ങനെ അവർ പഠിച്ചു കഴിഞ്ഞാൽ അവർ നന്നായി. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ ഈ വ്യക്തി ഇതിന് ഇറങ്ങുന്നതിന് മുമ്പ് അവർ വ്യക്തമായ വഴികേടിൽ ആയിരുന്നെങ്കിൽ പോലും ഈ വ്യക്തിക്ക് വഴിപ്പെടുന്നതോടുകൂടെ അവർ ഉന്നതരായ ജനങ്ങളായി മാറി. ഹുവ അല്ലാഹു നോക്കടാ. അല്ലാഹു എവിടെയും പ്രാധാന്യം കൊടുത്തത് എന്തിനാണ്? റസൂലിനാണ്. എന്തിനല്ല? കിതാബിനല്ല. വഹാബികൾ പ്രാധാന്യം കൊടുത്തത് കിതാബിനാണ്. അവർ അല്ലാഹുവിന്റെ ശത്രുക്കളാണ്. അല്ലാഹു അവരെ കച്ചവടോപകരണം മാത്രമാണ്. വഹാബികളെ കച്ചവടത്തിന്റെ ടൂൾ മാത്രമാണ് ആര്? അല്ലാഹു. വഹാബികൾ കച്ചവടക്കാരാണ്. ആരെ കച്ചവടം? അല്ലാഹു കച്ചവടം. എന്നിട്ട് ജനങ്ങളെ മുന്നിൽ ആളാകാം. അല്ലാഹു പ്രാധാന്യം കൊടുത്ത കിതാബിനല്ല. അബ്ദും കിതാബും നോക്കിയാൽ അല്ലാഹു പ്രാധാന്യം കൊടുത്തത് അബ്ദിനാണ്, കിതാബിനല്ല. പഠിച്ചോളൂ, എന്ന് പഠിച്ച തീരൂല, പഠിക്കേണ്ടത്. വിഷയത്തിന്റെ സോള. ഈ ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആരാകണം? റസൂലിന്റെ ആളാകണം. ഖുർആന്റെ ആളാണെങ്കിൽ റസൂലിനേക്കാൾ ഖുർആന് പ്രാധാന്യം കൊടുത്താൽ ജനമധ്യത്തിൽ നല്ല ആളാണ്, പക്ഷെ ആരാളാണ്? ദജ്ജാലിന്റെ ആളാണ്. അല്ലാഹു പ്രാധാന്യം കൊടുത്തതിന് പ്രാധാന്യം കൊടുക്കണം. അല്ലാഹു അയച്ചു ഫിൽ ഉമ്മീന ഈ നിരക്ഷരരുടെ കൂട്ടത്തിൽ അയച്ചു. റസൂലൻ മഹാനായ റസൂലിനെ അയച്ചു. മിന്നും അവരിൽ നിന്ന് തന്നെയുള്ള റസൂലിനെ അയച്ചു. യത്ലൂ ആ റസൂൽ ഓതിക്കൊടുക്കുന്നു അലൈഹിം ഈ ജനങ്ങൾക്ക് മേൽ ആയാത്തി റബ്ബിന്റെ കിതാബിലുള്ള വചനങ്ങളെ. ഇവിടെ രണ്ടിനും രണ്ട് ഫായില. റസൂലിനെ അയച്ചത് അല്ലാഹു, കിതാബ് കൈകാര്യം ചെയ്യുന്നത് റസൂൽ. അവരെ നന്നാക്കുന്നത് കിതാബല്ല. യത്ലു അലൈഹിം ആയാതിഹി അവർക്ക് ഓതി കൊടുക്കും. അവരോതല്ലടാ. എന്തിനാണ് ഇയാൾ ഓതി കൊടുക്കുന്നത്? ഇരുന്ന ഇരിപ്പിൽ 1000, 2000, 3000 വരി കവിതകൾ, ലോക പ്രശസ്ത ക്ലാസിക്കൽ കവിതകൾ ഉണ്ടാക്കാൻ കഴിയുന്ന അറബ് സാമ്രാട്ടുകൾക്ക് എന്തിനാണ് ഇയാൾ ഓതി കൊടുക്കുന്നത്? ഈ നിരക്ഷരൻ എന്താണ് മനസ്സിലാക്കാത്തത്? എന്തിനാണ് ഇയാൾ ഓതി കൊടുക്കുന്നത്?
ജ്ഞാനികളിൽ ജ്ഞാനികൾ, അറബ് സാഹിത്യത്തിൽ ലോകം കണ്ട ക്ലാസിക്കൽ സാഹിത്യത്തിന്റെ രചയിതാക്കൾ, ഇവർക്ക് എന്തിനാണ് ഈ നിരക്ഷരൻ ഓടി കൊടുക്കുന്നത്? ഇയാൾക്ക് അറബി അറിയോ? ജിബ്രീൽ വരുന്നത് വരെ മനസ്സിലായില്ലേ? നിരക്ഷരൻ. ആദ്യമായി ജിബ്രീൽ പറഞ്ഞു കൊടുത്തപ്പോൾ, ഒരു ബിസ്മി പറഞ്ഞു കൊടുത്തപ്പോൾ എന്താ ഇയാൾ പറഞ്ഞത്? എനിക്കങ്ങനെ വായിക്കാൻ അറിയില്ല. എന്താണ് മനസ്സിലാക്കാത്തത്? എന്താണ് മനസ്സിലാക്കാത്തത്? നിങ്ങൾക്ക് ഖുർആനെ ചുക്കും അറിയില്ല, നിങ്ങളെ മൊയ്യന്മാർക്കും അറിയില്ല. അറിയണവരില്ല എന്നല്ല, അറിയണവർ പുറത്തും അറിയില്ല. മറ്റൊരു സ്റ്റേജ് മക്കാരി നാട്ടുകാരെ പറ്റിക്കാൻ നടക്കണവർക്ക് ഒരു ചുക്കും അറിയില്ല. അവർക്കൊരു ചുക്കും അറിയാനല്ല, അറിയൂല. ഇത് റബ്ബിന്റെ തൗഫീഖാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്. ഇത് റബ്ബിന്റെ തൗഫീഖാണ്. കഴിഞ്ഞ റമളാൻ മാസത്തിൽ ഞാൻ അൽ കഫിന് 8 ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് തൗഫീഖാണ്. ഒരു തൗഫീഖിനല്ലാതെ ക്ലാസ് എടുക്കാൻ കഴിയില്ല. ഇത് വലിപ്പത്തരം പറയല്ല. നിങ്ങളെ ചെവി മുളച്ചിട്ട് നിങ്ങൾ ആദ്യം കേട്ട വ്യാഖ്യാനായിരിക്കും അത്. നിങ്ങളെ ചെവി മുളച്ചിട്ട് ആദ്യം കേട്ട വ്യാഖ്യാനായിരിക്കും അത്. അത് തൗഫീഖാണ്. അതിൻ്റെ റബ്ബിൻ്റെ ഒരു തൗഫീഖാണ്. മുത്തുനബിൻ്റെ മഹത്വം ഉമ്മത്തിന് 10-26 കൊല്ലം പറഞ്ഞു കൊടുത്തപ്പോൾ അള്ളാഹു തന്നൊരു തൗഫീഖാണത്. അതിൻ്റെ മറ്റൊരു തൗഫീഖാണ് തിരുത്തൂതർ നിയോഗം. നിങ്ങളെന്തായി മനസ്സിലായി? ആദ്യം തന്നെ അള്ളാഹുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ഓതി കൊടുക്കല്ലോ, കോല ഓതിക്കോളൂ, ഓൽക്ക് അറബി അറിയില്ലേ നബി, നിങ്ങൾ ഓല് നന്നാക്കിയാൽ മതി, അങ്ങനെ പറഞ്ഞൂടെ അൻവറെ പറമോനെ. കാരണം ഇവർക്ക് നബിയേക്കാൾ എന്തിന് കിട്ടും? പറയുടെ ഓതം കിട്ടൂലേ. ജിബ്രീൽ വന്നപ്പോൾ ജിബ്രീൽ ഇത് അബൂജഹലിനോടാ പറയണമെങ്കിൽ അബൂജഹൽ പറയുള്ളൂ. എന്തുകൊണ്ട്? അബൂജഹൽ പണ്ട് തന്നെ ആരാണ്? നല്ല വായന വായിക്കാൻ കഴിയുന്ന ആളാണ്. റസൂലുള്ളാഹിനോട് വന്നപ്പോൾ റസൂലിനെ പറഞ്ഞു എനിക്കങ്ങനെ ഓടാൻ കഴിയൂല, ഞാൻ അങ്ങനെ ഓത്ത് പഠിച്ചില്ല, ഓതന പോയിട്ടില്ല, എനിക്കങ്ങനെ അറബി ഭാഷ അറിയില്ല, ഈ കൊളോക്കിയൽ ലാംഗ്വേജ് പറയുന്നല്ല, എനിക്കൊന്നും അറിയില്ല. എന്തേ ഇവിടെ റസൂലുള്ളാഹിനെ ഖുർആൻ പരിചയപ്പെടുത്തി? ഫിൽ ഉമ്മീൻ, മാതാവിന്റെ മടിയിൽ നിന്ന് കേട്ടതല്ലാത്ത ഒരു ജ്ഞാനിയിൽ നിന്ന് കേട്ട വിവരം ഈ മനുഷ്യന്റെ കയ്യിൽ ഇല്ല. നിരക്ഷരം. ആ നിരക്ഷരിൽപ്പെട്ട റസൂൽ. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീൻ. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? റസൂൽ. എന്നിട്ട് ഈ നിരക്ഷരരിൽപ്പെട്ട റസൂൽ എന്ത് ചെയ്യണം? ഈ അക്ഷരജ്ഞാനികൾക്ക് ഓടി കൊടുക്കണം. ഇയാൾ ഓടി കൊടുക്കണം. ഏറ്റവും ചുരുങ്ങിയ ഈ വാക്യങ്ങൾ അല്ലാഹു തആലക്ക് വെട്ടിക്കൊടുക്കണം. എന്ത് എത്തിലു വെട്ടാലോ? എന്ത് പറയാ? എന്തു പറയാ? ഓതല്. ഓൽക്കറിയാലേ നബി, നിങ്ങൾ ഓനെ നന്നാക്കിയാൽ മതി. അങ്ങനെ പറയടാ, അങ്ങനെ പറയല്ലേ വേണ്ടത്. കാരണം ഇവർക്ക് നബി ഓതി കൊടുക്കാതെ തന്നെ അക്ഷരം വെച്ചു കൊടുത്താൽ അവർക്ക് ഓതാൻ കഴിയൂലേ. അവര് വലിയ സാഹിത്യ സാമ്രാട്ടുകളല്ലേ. അവരെ തർക്കങ്ങൾ പോലും കവിതകളാ. അക്കാലത്ത് അവർ തർക്കിച്ച തർക്കങ്ങൾ പോലും കവിത എന്ന് പറഞ്ഞാൽ അപാരമായ സാഹിത്യജ്ഞാനിക്ക് എന്തിന് കഴിയുള്ളൂ? കവിത രചിക്കാൻ കഴിയുള്ളൂ. അപാര സാഹിത്യജ്ഞാനി. അന്ന് അവർ മക്കായിലും പരിസരത്തും വെച്ചിട്ട് അവർ തർക്കിച്ച് പാടിയ പാട്ടുകൾ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ക്ലാസിക്കൽ കവിതകളാണ്. ഈ ആൾ ആരുമാണ്? നിരക്ഷരനാണ്. ഖുർആൻ തന്നെ സമ്മതിക്കുക. പക്ഷെ ഓതി ഇയാൾ കൊടുക്കണം. ഓതൽ പോലും അവർക്ക് വിട്ടുകൊടുത്തില്ല. ഓതൽ ആരോധണം? ഇയാൾ ഓതണം. അവർ ഈ മനുഷ്യന്റെ നാവിൽ നിന്നായിരിക്കണം അത് കേട്ടിരിക്കേണ്ടത്. അവർ സ്വയം ഓതാൻ പാടില്ല. എന്ത്? ഇത് ഇയാളുടേതാണ്. ഇതിൻ്റെ A to Z ഇയാളുടെ ഉത്തരവാദിത്തത്തിലാണ്. ഇയാൾ വഴിയല്ലാത്ത ഒരു നവോത്ഥാനവും ഉമ്മത്തിന് ഇല്ല. ഇയാളെ പ്രശംസിക്കപ്പെടേണ്ടതുപോലെ പ്രശംസിക്കപ്പെടേണ്ട ഒരു വ്യക്തിയും ഇല്ല. നോക്കൂ. യത്ലു അലൈഹിം ആയാതി. ഈ കിതാബിലുള്ള വചനങ്ങളെ ഇയാൾ ഓതിക്കൊടുക്കണം. എന്നിട്ട് നെക്സ്റ്റ്
കിതാബല്ല ശുദ്ധീകരിക്കേണ്ടത്, നിന്നെ ശുദ്ധീകരിക്കേണ്ടത് ആരാ? ശുദ്ധീകരിച്ചു കൊണ്ടേ ഇരിക്കണം. അപ്പൊ ഇന്നും ശുദ്ധീകരിക്കേണ്ട ആളാരാ? അവരെ മാത്രല്ല, മനസ്സിലായില്ല? ഇന്നും ശുദ്ധീകരിക്കണമല്ലോ. നിന്നെ ശുദ്ധീകരിക്കണമെങ്കിൽ നീ നിന്നെ ആർക്ക് കൊടുക്കണം? മുഹമ്മദിന് കൊടുക്കണം. ശുദ്ധീകരിക്കേണ്ട പണി ഈ സൃഷ്ടികളെ കൂട്ടത്തിൽ അള്ളാഹു ആരെ ഏൽപ്പിച്ചത്? മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഉദ്ദേശിച്ചവരെ ശുദ്ധീകരിക്കപ്പെടും. പക്ഷെ അള്ളാഹു തആല അതിന്റെ റൈറ്റ് സൈഡിൽ ആദ്യമായി ഏൽപ്പിച്ചത് ആരെയാണത്? ഒരു സൃഷ്ടിക്കാൻ അധികാരം ഉണ്ടെങ്കിൽ അത് ആർക്കേ ഉള്ളൂ? മുഹമ്മദ്. യത്ലു അലൈഹിം ആയാതിഹി വയുഅല്ലിമുഹുൽ കിതാബ്. ഇതിലെ ആന്തരാജ്ഞ ആശയങ്ങളും അൽ ഹിക്മത്ത തത്വജ്ഞാനങ്ങളും പഠിപ്പിക്കേണ്ടതും ആരു തന്നെ? ഇയാൾ തന്നെ. ഈ പ്രോസസ്സിംഗ് എല്ലാം ഇവർക്കിടയിൽ ഈ വ്യക്തി നടത്തുന്നതിന് മുമ്പ് അവർ വ്യക്തമായ വഴികേട് ജീവിച്ചവരാണെങ്കിലും ഒരു പ്രശ്നമില്ല. ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയും ബാക്കി അടുത്ത ക്ലാസ് കഴിഞ്ഞില്ല, ഇൻഷാ അല്ലാഹ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് തീർന്നില്ല, ഇതിനപ്പുറത്തേക്കുണ്ടോ എല്ലാം ഇതുപോലത്തെ കുറച്ചായതുകൊണ്ട് പരിചയപ്പെടണം. ഇതിനെപ്പറ്റിയുള്ള മനസ്സിലാക്കണം. നമുക്ക് വലിയതായ തന്നെയാണ് സുഖം തന്നെയാണ്. എന്നാൽ നമുക്ക് വലിയത് തന്നെയാണ് എന്തും ഖുർആനും. അത് അള്ളാഹിന്റെ കിതാബാണ്. ഇത് അള്ളാഹിന്റെ മുർസലാണ്. അള്ളാഹു എല്ലായിടത്തും മുന്തിച്ചത് ആരെയാണ്? കിതാബിനെ അല്ല, മുർസലിനെയാണ്. ഖുർആനിൽ നീ പിഴക്കും. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നിന്റെ മുന്നിൽ പറഞ്ഞിരുന്ന മറ്റത് പിഴക്കൂല. എന്തുകൊണ്ട്? ആ വ്യക്തി എന്ന് പറഞ്ഞത് ആ വ്യക്തി വ്യക്തമാണ്. ഖുർആൻ വ്യക്തമല്ല, അത് ഗ്രന്ഥമാണ്. ഗ്രന്ഥത്തിൽ ആർക്കും ന്യായീകരണം പറയാം. തിരിഞ്ഞിട്ടില്ല, അതങ്ങനെയല്ല എന്ന് പിന്നെ പറയാം, അല്ലാതെ ഇങ്ങനെയല്ല മറ്റേ പറയാം. എന്നാൽ മുഹമ്മദ് മുസ്തഫ വ്യക്ത, അതിൻ്റെ കൃത്യമായ 23 വർഷത്തിൻ്റെ അപ്ഡേഷൻ ഇന്നും കൃത്യമായി ഉമ്മത്തിന് ലഭ്യമാണ്. ഖുർആനോ? ഖുർആൻ ഇനി ഒരു സംഘത്തിന് വേറൊന്ന് വരാം. അവർക്ക് വേറൊരു സംഘടന ഉണ്ടാക്കാം. ആ സംഘടന മാനിഫെസ്റ്റോ എവിടെ നിന്ന് ഉണ്ടാക്കാം? ഖുർആൻ ഉണ്ടാക്കാം. അവരാദ്യം റസൂലുള്ളാഹിനെ തള്ളുക. ഇവിടെ വന്ന എല്ലാ ജനതയും ആരെയാ തള്ളി? റസൂലുള്ളാഹിനെ തള്ളി, ഖുർആൻ പിടിച്ചു. 3 വഖ്തേ നിസ്കാരമുള്ളൂ എന്ന് പറഞ്ഞവൻ എന്താ ചെയ്ത്? ഖുർആൻ പിടിച്ചു. ആരെ തള്ളി? റസൂലുള്ളാഹിനെ തള്ളി. ഏതൊരു പിഴച്ച ജനതയും ആദ്യം തള്ളൽ ആരെയാ? റസൂലുള്ളാഹിനെ തള്ളും. അവര് ആരെ പിടിക്കും? കാരണം ഏതൊരാൾക്കും സുഖമായി ജനങ്ങളെ പഴിപ്പിക്കാൻ പറ്റിയ സാധനമാണ് എന്ത്? ഗ്രന്ഥം. ഗ്രന്ഥം കൊണ്ട് പഴിപ്പിക്കുക. അതേസമയത്ത് ഈ വ്യക്തി കൃത്യ, ആ വ്യക്തിയെ കൊണ്ട് പഴിപ്പിക്കാൻ ഖുർആൻ കൊണ്ട്, ഈ ഖുർആൻ കൊണ്ട് ജനങ്ങൾ പിഴക്കുമെന്നത് ഖുർആനിലുണ്ട്. ഈ വ്യക്തിയെ കൊണ്ട് പിഴക്കും എന്നൊരു വാക്ക് ഖുർആനിൽ ഇല്ല, ഇല്ലെന്ന്. അപ്പോൾ ഖുർആൻ നമ്മൾക്ക് സെക്കൻഡ് പ്രാധാന്യമാണ്. ഫസ്റ്റ് പ്രാധാന്യം എന്തെന്ന്? അത് ഖുർആൻ അനുസാരപ്പെടുത്തലല്ല. ഖുർആൻ തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് ആർക്കാണ്? റസൂലിനാണ്. റസൂലിനെ കൊണ്ട് പേക്കാനേ പറ്റൂല. ഇപ്പൊ അലി പറഞ്ഞത് നബി, അലി ചെയ്തത് നബി ചെയ്തതാണ്. ഈ അലിയെ റളിയല്ലാഹുവിനെ തള്ളുന്നവർ ഇന്ന് ഖുർആന്റെ ആളുകളുണ്ട്. സിദ്ദീഖിനെ തള്ളുന്ന ഖുർആന്റെ ആളുകളുണ്ട്. എന്തല്ലേ പറ? സിദ്ദീഖിനെ തള്ളുന്ന ഖുർആന്റെ ആളുകളില്ലേ? ഷിയാക്കളിലെ വലിയൊരു ശതമാനം ആരെ തള്ളും? സിദ്ദീഖിനെ തള്ളും. അവരാരെ പിടിച്ചു? ഖുർആനെ പിടിച്ചു എന്ന് പറയടോ. അവർ ഖുർആനെ പിടിച്ചു. ആരെ തള്ളി? സിദ്ദീഖിനെ തള്ളി, ഉമർ ഇബ്നു ഖത്താബിനെ തള്ളി. വേറൊരു കൂട്ടരുണ്ട്, അലിയാരെ തള്ളും. ആരെ പിടിക്കും? ഖുർആനെ പിടിക്കും. ഇന്നത്തെ നമ്മുടെ സംഘങ്ങൾ ഈ അലിയുടെ പൊന്നുമോൻ ഹുസൈനെ തള്ളുന്ന എത്ര മൗലവിമാർ കേരളത്തിൽ നിന്നുണ്ട്? അത് ചെയ്തത് തെറ്റായിപ്പോയി. അതിന്റെ അർത്ഥം തള്ളുക തന്നെയല്ലേ? എന്താണ് അതിന്റെ അർത്ഥം? അത് ചെയ്ത് തെറ്റായിപ്പോയി. ഹുസൈൻ കർബലയിലേക്ക് പോയി, ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ ആരെ തള്ളി? ആരെ തള്ളി? ആരെ തള്ളി? ഹുസൈനെ തള്ളിയില്ലേ? ആരെ പിടിച്ചു? ഖുർആൻ പിടിച്ചു. ഖുർആൻ സ്വന്തം ആളുകളാണ് അവര്. അപ്പൊ ലോകാവസാനം വരെ ജനങ്ങളെ പേപ്പിക്കുന്നവർ ആരെ പിടിക്കും? ഖുർആനെ പിടിക്കും. ജീവിക്കുന്ന ഖുർആനെ തള്ളും.
ജീവിക്കുന്ന ഖുർആനാണ് നബി, ജീവിക്കുന്ന ഖുർആനാണ് സ്വഹാബത്ത്, ജീവിക്കുന്ന ഖുർആൻ പിന്നെയുണ്ട്. ഒക്കെ എല്ലാം പറഞ്ഞുതരും, നിങ്ങൾ ബേജാറാകണ്ട. ജീവിക്കുന്ന ഖുർആൻ ഇന്നുണ്ട് ജീവിക്കുന്ന ഖുർആൻ. ഈ ജീവിക്കുന്ന ഖുർആനെ വഹാബികളും മുബ്തദിയങ്ങളും ഷിയാക്കളും തള്ളിക്കൊണ്ടേയിരിക്കും. കാരണം അവർക്ക് പ്രശ്നം ജീവിക്കുന്ന ഖുർആനാണ്, മറ്റേ കിതാബാണ്, ആർക്കും സ്വന്താക്കാം. നബിയെ സ്വന്താക്കുമ്പോൾ പണിയുണ്ട്, ഖുർആൻ സ്വന്താക്കാൻ ഒരു പ്രശ്നമില്ല. പീടിന്ന് വാങ്ങി എനിക്ക് തോന്നിയ അർത്ഥം വെച്ചാൽ നടന്നാൽ മതി. മനസ്സിലായോ? അലി ബിൻ അബി താലിബിനെ സ്വന്താക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അലി ഖവാരിജിനോട് യുദ്ധം ചെയ്യാൻ പാടില്ലെന്ന് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗമല്ലേ, 5 വക്ത് നിസ്കരിക്കുന്നവരല്ലേ, ഖുർആൻ ഓതുന്നവരല്ലേ, അവരെ തള്ളിയത് അലി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ ഇന്നുണ്ട്. അവര് എന്തിനെ പിടിക്കും? അവരെ സ്വന്താണ് എന്ത്? ഖുർആൻ. അവര് ആരെ തള്ളും? അലിയെ തള്ളും. അലിയാരാ? അലിയാരാ? ജീവിക്കുന്ന ഖുർആൻ. സിദ്ദീഖാരാ? ജീവിക്കുന്ന ഖുർആൻ. മറ്റേ പീഡിന്ന് വാങ്ങുന്ന ഖുർആൻ. പീഡിന്ന് വാങ്ങുന്ന ഖുർആനൊക്കെ എന്ത് ചെയ്യാൻ? ജീവിക്കുന്ന ഖുർആനെ തൊടാൻ പറ്റില്ല. അവിടേക്ക് പാര് മാറി, സുന്നികൾ മാറി. ഒക്കെ സത്യായി പറയണ കഴിഞ്ഞിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയും. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم.